ജപ്പാനിൽ നിന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖം തോന്നിയേക്കാം. ജപ്പാനിലെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജപ്പാനിൽ പ്രായമായവരുടെ എണ്ണം അതുകൊണ്ട് തന്നെ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മക്കളുടെ കൂടെയാണ് കഴിയുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവരുടെ മക്കളുടെ കൂടെയല്ല കഴിയുന്നത്. സംയുക്ത കുടുംബം എന്നുള്ള ഒരു സംഭവം, അതായത് കൂട്ടുകുടുംബം എന്നുള്ളൊരു സംഭവം ജപ്പാനിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. പോരാത്തതിന് ആൺമക്കളോ പെൺമക്കളോ വൃദ്ധരായ മാതാപിതാക്കന്മാരെ നോക്കാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കുന്നത്. അങ്ങനെ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ കഴിയുന്നില്ല, വൃദ്ധരായ മാതാപിതാക്കളെ അവർ കെയർ ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ വൃദ്ധരായ മാതാപിതാക്കൾ എല്ലാവരും വലിയ ഡിപ്രഷനിലേക്ക് കടക്കുന്നു എന്നാണ് അവിടെയുള്ളൊരു പഠനം സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വീട് വിട്ട് മറ്റെവിടെയെങ്കിലും ഈ ജപ്പാനിലുള്ളവർ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ നാളെ വന്നുകൂടാ എന്നില്ല. കാരണം നമ്മുടെ മക്കളും വീട് വിട്ട് ഇപ്പോൾ UK, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ചൈന, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക്. സമാനമായ രീതിയിൽ അവിടെയുള്ള മാതാപിതാക്കളെ വിട്ട് നേരെ അവർ വേറെ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്കോ പോവുകയാണ് എന്നാണ് പറയുന്നത്. അതേ നഗരത്തിൽ തന്നെ രണ്ടാമതൊരു വീട് നിലനിർത്തുന്നു അവർ എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതായത് സ്വന്തം നഗരത്തിൽ വേറൊരു വീട് എടുക്കുന്നു പല മക്കളും, എന്നിട്ട് മാതാപിതാക്കളെ വേറൊരു വീട്ടിൽ താമസിപ്പിക്കുന്നു, മക്കൾക്ക് പ്രൈവസി ആയിട്ട് വേറൊരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല മാതാപിതാക്കളും കടുത്ത ഡിപ്രഷനിലും വലിയ വിഷാദ രോഗത്തിലും ആയിത്തീരുന്നു. അവരുടെ വൃദ്ധരായ അമ്മയെയോ അച്ഛനെയോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളെയോ അവരുടെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ പോകുമ്പോൾ പ്രായമായവർക്ക് ഏകാന്തത ഒരു ശാപമായി മാറുന്ന ഒരു കാഴ്ചയാണ് ജപ്പാനിൽ കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും മാതാപിതാക്കൾ എത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇത് തരണം ചെയ്യാൻ ഈ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഇത് തരണം ചെയ്യാൻ സമൂഹത്തിലിറങ്ങി ഈ മാതാപിതാക്കൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലീസ് ഇവരെ പിടിക്കും, ആ കുറ്റം ഇവർ സമ്മതിക്കും, ആ കുറ്റത്തിന് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കൂട്ടത്തോടെ അവിടെയുള്ള പല വാർദ്ധക്യം ബാധിച്ച ആൾക്കാരും ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർക്ക് വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ കൂട്ടത്തോടെ ഇവർ ജയിലിലേക്ക് പോകുമ്പോൾ ജയിൽവാസികളായി അങ്ങനെ 500-ലധികം വൃദ്ധന്മാരും വാർദ്ധക്യം ബാധിച്ച മറ്റേ വൃദ്ധകളുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ തങ്ങൾക്ക് ഏകാന്തതയില്ല, വലിയ പരിഗണന ലഭിക്കുന്നു, നല്ല രീതിയിലുള്ള അറ്റൻഷൻ ലഭിക്കുന്നു എന്നുള്ളത് ജപ്പാനെ ഇപ്പോൾ പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. 81 വയസ്സുള്ള മനുഷ്യനുണ്ട്. ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ കഴിയാത്തത്ര ക്ഷീണിതരായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനഃപൂർവ്വം നിയമം ലംഘിച്ചവരാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കോടതിയിൽ മോഷണക്കുറ്റമടക്കം സമ്മതിച്ച് അങ്ങോട്ട് ജയിലിലേക്ക് പോകാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ജപ്പാനിലെ ടോച്ചിഗി എന്ന് പറയുന്ന വനിതാ ജയിലിൽ, ഒക്കിയോ എന്ന് പറയുന്ന ജയിലിൽ, അങ്ങനെയുള്ള പല ജയിലുകളിലെല്ലാം ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ നിറയുകയാണ്. 60 വയസ്സുള്ളപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചതിന് പല ആൾക്കാരും അവിടെ എത്തുന്നു. 80 വയസ്സുള്ളപ്പോൾ ഭക്ഷണം മോഷ്ടിച്ചതിന് അവിടെ എത്തുന്നു. ജാപ്പനീസ് സർക്കാർ പ്രായമായിട്ടുള്ളവർക്കായി ഒരു പെൻഷൻ പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ തന്നെ ടോച്ചിക്കി വനിതാ ജയിലിൽ 500-ലധികം വനിതാ തടവുകാരായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. CNN ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അവരിൽ 4-1 പേർ പ്രായമായവരാണ്. അവരെല്ലാം ഇത്തരത്തിൽ വന്നവരാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.